നെക്സ്റ്റ് ഇപ്പോൾ പഠിക്കേണ്ടതാണ് കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹാർട്ട് ഓഫ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബാണ്. അതായത് കാഥോഡ് റേ ഓസിലോസ്കോപ്പിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബാണ്. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നത് സെക്കൻഡ് മോഡ്യൂളിന് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നോക്ക്, CRTയുടെ ആദ്യം ഇരിക്കുന്നതെന്ന് പറയുന്നത് എക്സ്റ്റേണലി കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പിന്നാണ്. ഇനി അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോൺ ബീമിനെ എമിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു കാഥോഡുണ്ട്. ഇനി ഇലക്ട്രോൺ ബീമിനെ എത്ര എണ്ണം എമിറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് കാഥോഡിന് ചുറ്റുമുള്ള കൺട്രോൾ ഗ്രിഡാണ്. അപ്പോൾ ആദ്യം എക്സ്റ്റേണലി കണക്റ്റഡ് പിൻസ് ഉണ്ട്, ബേസ്, പിന്നെ കാഥോഡുണ്ട്, കാഥോഡിനെ കവർ ചെയ്തിട്ടുണ്ട്, കൺട്രോൾ ഗ്രിഡ് ഉണ്ട്. അതിനുശേഷം ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നതിനെ ഫോക്കസ് ചെയ്യാനായിട്ട് പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്. എമിറ്റ് ചെയ്യുന്നതിനെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്. പിന്നെ അതിനുശേഷം ഒരു ഫോക്കസിങ് ആനോഡ് ഉണ്ട്. അതിനുശേഷം വീണ്ടും ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്. ഇനി ഈ ആക്സിലറേറ്റിംഗ് ആനോഡിലും ഫോക്കസിങ് ആനോഡ്സിലും ഒക്കെ നമ്മൾ പോസിറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ആനോഡ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണല്ലോ. ഇനി അതിനുശേഷം ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും പിന്നെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഉണ്ട്. ഫൈനലി ഡിഫ്ലക്ഷൻ പ്ലേറ്റിലൂടെ പാസ് ചെയ്തിട്ട് സ്ക്രീനിലെത്തണം. അപ്പോൾ സ്ക്രീനിലെത്താനായിട്ട് ആ ട്യൂബിനുള്ളിൽ അക്വാഡാഗ് ഉണ്ട്. ഫൈനലി ഫോസ്ഫറസ് സ്ക്രീനാണുള്ളത്. അവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെ വന്ന് ഇടിക്കുമ്പോൾ ലിബറേറ്റ് ആകുന്ന എനർജി എന്തിൻ്റെ ഫോമിലായിരിക്കും, ലൈറ്റിൻ്റെ ഫോമിലായിരിക്കും. അല്ലെങ്കിൽ ബ്രൈറ്റ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നോക്കുക പാർട്സ് ഓഫ് CRT. CRT is the heart of CRO. The main parts of CRT are electron gun assembly, deflection plate assembly, fluorescent screen, glass envelope, base. അപ്പോൾ ആദ്യം ഇലക്ട്രോൺ ഗൺ അസംബ്ലി ഉണ്ട്, ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്, പെയർ ഓഫ് ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്. അതിനുശേഷം ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ ഉണ്ട് കാണാനായിട്ട്, അതിനെ പൊതിഞ്ഞ് കാണുന്ന ഗ്ലാസ് എൻവലപ്പ് ഉണ്ട്. പിന്നെ ഫൈനലി ബേസ് ഉണ്ട്. ബേസ് എന്ന് പറയുന്നത് ആദ്യമാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഫിഗറിൻ്റെ തുടക്കത്തിൽ എക്സ്റ്റേണലി കണക്റ്റഡ് പിൻസിൻ്റെ അവിടെ നമ്മൾ ആരെ കൊടുത്തേക്കുന്നത്, ബേസ് കൊടുക്കുന്നത്. ഇനി നോക്കുക, ദ ഇലക്ട്രോൺ ഗൺ അസംബ്ലി കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഡയറക്ട്ലി ഹീറ്റഡ് കാഥോഡ്, ഹീറ്റർ, കൺട്രോൾ ഗ്രിഡ്, ഫോക്കസിങ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്. ഇനി നോക്കുക, നമ്മുടെ ഇലക്ട്രോൺ ഗൺ അസംബ്ലി എന്ന് പറയുന്നത് ഫോക്കസിങ് ആനോഡ് വരെയുള്ള, അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ആനോഡ്സും ഫോക്കസിങ് ആനോഡ്സും വരെയുള്ള പോർഷനാണ്. അതായത് ഡിഫ്ലക്ഷൻ പ്ലേറ്റിന് മുമ്പ് വരെയുള്ള പോർഷൻ. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദി കാഥോഡ്. ഇനി ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. ഇതാണ് പറയുന്നത് ഇൻറ്റൻസിറ്റി of electron beam depends upon the number of electrons emitted from the cathode. The negative bias voltage on the grid controls the number of electrons. ഇനി എത്ര ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ കാഥോഡിന് ചുറ്റും നമ്മൾ വരച്ചിട്ടുള്ള കൺട്രോൾ ഗ്രിഡാണ്. അല്ലെങ്കിൽ കൺട്രോൾ ഗ്രിഡ് ഡിസൈഡ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടു എമിറ്റ്. അതായത് എത്ര ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണമെന്ന് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, കൺട്രോൾ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത്. അതാണ് ആ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ദ നെഗറ്റീവ് ബയാസ് വോൾട്ടേജ് ഓൺ ദി കൺട്രോൾ ഗ്രിഡ് controls the number of electrons emitted from the cathode and hence the intensity is controlled by the grid. അപ്പോൾ ഇൻറ്റൻസിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, കൺട്രോൾ ഗ്രിഡാണ്. ഇലക്ട്രോൺ ബീംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാഥോഡും ആണ്. The electrons emitted from the cathode are accelerated and focused by the positive potential applied to the anode. ഇനി ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ആക്സലറേറ്റ് ചെയ്യുന്നതും ഫോക്കസ് ചെയ്യുന്നതും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താണ്, പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ ആനോഡ്സ്, അതായത് പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്, ഫോക്കസിങ് ആനോഡ്, അതുപോലെ ആക്സിലറേറ്റിംഗ് ആനോഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏത് സപ്ലൈ ആയിരിക്കും കൊടുക്കുന്നത്, പോസിറ്റീവ് സപ്ലൈ ആയിരിക്കും കൊടുക്കുന്നത്. അടുത്ത ഡിഫ്ലക്ഷൻ പ്ലേറ്റ് അസംബ്ലി. ആഫ്റ്റർ ലീവിംഗ് ദ ഫോക്കസിങ് ആനോഡ്സ് ദ ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്. ആഫ്റ്റർ ലീവിംഗ് ദി ഫോക്കസിങ് ആനോഡ്സ് എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റിംഗ് ആനോഡ്സ് കഴിഞ്ഞാൽ, ആഫ്റ്റർ ലീവിംഗ് ദി ആക്സിലറേറ്റിംഗ് ആനോഡ്സ് ആൻഡ് ഫോക്കസിങ് ആനോഡ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ആനോഡ്സ് ദ ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ ദി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്. ഫിഗർ നോക്കിയാൽ അറിയാം,
ഇലക്ട്രോൺ ഗൺ അസംബ്ലിയുടെ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ അത് പാസ് ചെയ്യുന്ന അടുത്ത പോർഷൻ ഏതാണ്? ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ആണ്. ദിസ് മൂവ്സ് ദി ഇലക്ട്രോൺ ബീം എക്രോസ് ദി സ്ക്രീൻ. ഇനി ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷനും വെർട്ടിക്കൽ ഡിഫ്ലക്ഷനും ആണെങ്കിൽ CRO പറഞ്ഞപ്പോഴും പറഞ്ഞു അതിന് നമ്മൾ ഫ്ലൂറസൻ സ്ക്രീനിൻ്റെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ടാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആൻഡ് ഡിഫ്ലക്ഷൻ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് എങ്ങോട്ടേക്കാണെന്ന് നമ്മൾ CROയിൽ പറഞ്ഞത് ഇവിടെ എഴുതാം. ഫ്ലൂറസെൻറ്റ് സ്ക്രീനാണ് അടുത്തത്. CRT screen is composed of material termed as phosphor which will emit light when bombarded by electrons. ഇനി നമ്മൾ CRT screen composed of phosphor, CRT screen ഉണ്ടാക്കിയിരിക്കുന്ന ഫോസ്ഫർ കൊണ്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ബൊമ്പാർഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇലക്ട്രോൺ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ when electron strikes on the fluorescent screen then it liberate light. അപ്പോൾ അത് എന്ത് ചെയ്യും? ലൈറ്റിനെ ലിബറേറ്റ് ആക്കും. There are large number of phosphorus which will differ in color, efficiency, persistence, etc. Large number of phosphorus ഉണ്ട്, അതായത് പലതരത്തിലുള്ള ഫോസ്ഫേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് കളറിലും ഡിഫറെൻറ്റ് എഫിഷ്യൻസിയിലും ഡിഫറെൻറ്റ് പെർസിസ്റ്റൻസിലും ഒക്കെ ഉള്ള ഡിഫറെൻറ്റ് ഫോസ്ഫറസ് ഉണ്ട്. വൺ ഓഫ് ദി കോമൺ ടൈപ്പ് ഓഫ് ഫോസ്ഫർ ഈസ് P1 ഫോസ്ഫർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഫോസ്ഫർ എന്ന് പറയുന്നത് ആരാണ്? P1 ഫോസ്ഫർ ആണ്. വിച്ച് എമിറ്റ്സ് ഗ്രീനിഷ് ലൈറ്റ് ഓൺ ദി ജനറൽ പർപ്പസ് CRO. അപ്പം നമുക്കറിയാം നമ്മൾ CROയിലൊക്കെ കാണുന്ന കളർ ഏതായിരിക്കും? പച്ച കളറിലായിരിക്കും ഗ്രാഫൊക്കെ വരുന്നത്. അതായത് നമ്മുടെ DSOയിൽ നിങ്ങൾ ഗ്രീനിഷ് കളറിലുള്ള ഇതായിരിക്കും കാണുന്നത്. വേവ് ഫോം ഒക്കെ ഗ്രീനിഷ് അല്ലേ, ഒരു പച്ച വരയല്ലേ കാണുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺ ബീം വന്ന് P1 ഫോസ്ഫറിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അത് ലിബറേറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കളർ എന്തായിരിക്കും? ഗ്രീനിഷ് കളർ ആയതുകൊണ്ടാണ് നമ്മൾ ഗ്രീനിഷ് വേവ് കാണുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിങ്ക് ഓട്ടോ സിലിക്കേറ്റ്. നോക്ക് ഇതിൽ ആരൊക്കെ ഉണ്ടെന്നാണ്? Zn OSiO2 ആണ്. പിന്നെ ആൻഡ് സം ട്രേസസ് ഓഫ് മാംഗനീസ് ഉണ്ട്. അതായത് ഇതിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, നിങ്ങൾ കാണാൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഇത്രയും മാത്രം ഓർത്ത് വയ്ക്കുക. ഫോസ്ഫറസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫോസ്ഫറസിൽ വന്ന് ഇലക്ട്രോൺ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് ലിബറേറ്റ് ആകുക. അതിന് മെയിനായിട്ട് കോമൺ യൂസ് ചെയ്യുന്ന ഫോസ്ഫർ എന്ന് പറയുന്നത് P1 ടൈപ്പാണ്. അത് മാത്രം ആലോചിക്കുക. ദ ബൊമ്പാർഡഡ് ഇലക്ട്രോൺസ് റിലീസ് സെക്കൻഡറി എമിഷൻ ഇലക്ട്രോൺ. ഇനി ഇങ്ങനെ ബൊമ്പാർഡ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ചെന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത സെക്കൻഡറി ഇലക്ട്രോൺസിനെ ലിബറേറ്റ് ആക്കും. ദീസ് ഇലക്ട്രോൺസ് ആർ കളക്റ്റഡ് ബൈ ആൻ അക്വ സൊല്യൂഷൻ ഓഫ് എ ഗ്രാഫൈറ്റ് കോൾഡ് അക്വാഡാഗ്. അതായത് ഇങ്ങനെ വരുന്ന നമ്മളെ ഫസ്റ്റ് സ്ക്രീനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യും, വീണ്ടും ഇലക്ട്രോണെ ലിബറേറ്റ് ആക്കും, വീണ്ടും ഇലക്ട്രോൺസ് സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാകും. അങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ നടന്നു പോയാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള വേവ് ഫോം നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അപ്പോൾ എക്സ്ട്രാ വരുന്ന സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഗ്രാഫൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു അക്വ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രാഫൈറ്റിൻ്റെ ഒരു അക്വ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എന്ത്? അക്വാഡാഗ്. കളക്ഷൻ ഓഫ് സെക്കൻഡറി ഇലക്ട്രോൺ ഈസ് നെസസറി ടു കീപ് ദ സ്ക്രീൻ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രിക് ഇക്വിലിബ്രിയം. ഇലക്ട്രിക് ഇക്വിലിബ്രിയത്തിൽ സ്ക്രീനിനെ കീപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? അക്വാഡാഗിനെ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗ്ലാസ് എൻവലപ്പ്. ഇറ്റ് ഈസ് എ കോണിക്കൽ ഹൈലി എവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബ് ആൻഡ് സപ്പോർട്ട്സ് വേരിയസ് ഇലക്ട്രോഡ്സ്. ഗ്ലാസ് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പാണ്. അത് ഏത് ഷേപ്പിലാണ് ഇരിക്കുന്നത്? കോണിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് എ കോണിക്കൽ ഹൈലി എവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബാണ്. എവാക്വേറ്റ് ചെയ്തേക്കുന്ന ഗ്ലാസ് ട്യൂബാണ് കോണിക്കൽ ഷേപ്പിലുള്ളത്. വേരിയസ് ഇലക്ട്രോഡ്സിന് ഇതെന്ത് ചെയ്യാറുണ്ട്? സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഫൈനലി നമുക്ക് പഠിക്കേണ്ട അടുത്ത ലാസ്റ്റ് സെക്ഷനാണ് CRTയുടെ ബേസ് എന്ന് പറഞ്ഞാൽ. In smaller CRTs, connection to the various electrodes are brought out through pins in the base of the tube. അതായത് എക്സ്റ്റേണൽ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ബേസ് ആണ്. In smaller CRT, connection to the various electrodes are brought out through pins in the base of the tube. സ്മോളർ CRTയിൽ ഏത് വഴിയാണ് കണക്ഷൻ എടുക്കുന്നത്? ബേസ് വഴിയാണ് കണക്ഷൻ സ്മോളർ CRTയിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബ്രോട്ട് ഔട്ട് ത്രൂ ദ പിൻസ് ഇൻ ദ ബേസ് ഓഫ് ദി ട്യൂബ്. ബേസിലുള്ള പിന്ന് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട്. നിങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ട്യൂബ് ആലോചിച്ചാൽ മതി. ട്യൂബിൻ്റെ സൈഡിലുള്ള പിന്ന് വഴിയല്ലേ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് CROക്ക് എക്സാമ്പിൾ അല്ല കേട്ടോ, CRTക്ക് എക്സാമ്പിൾ അല്ല. ആ കണക്ഷൻ പോലെയാണ് CRTയുടെയും ബേസിലുള്ള പിന്ന് വഴിയാണ് സ്മോളർ CRTയിലൊക്കെ എന്ത് ചെയ്യുന്ന കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത്. ഇൻ ലാർജർ ട്യൂബ് ഓപ്പറേറ്റ്സ് അറ്റ് എ വെരി ഹൈ വോൾട്ടേജസ്. These leads are brought out through the sides of the glass envelope. ഇനി നോക്ക്,
ഇനി ലാർജർ ആണെങ്കിൽ വെരി ഹൈ വോൾട്ടേജിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ലീഡ്സ് ആർ ബ്രോട്ട് ഔട്ട് ത്രൂ ദ സൈഡ്സ് ഓഫ് ഗ്ലാസ് എൻവലപ്പ്. അപ്പം ലാർജർ CRTയിലാണെങ്കിൽ ഗ്ലാസ് എൻവലപ്പിൻ്റെ സൈഡിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് കണക്ഷൻ എടുക്കുന്നത്. പണ്ടത്തുള്ള പിക്ചർ ട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അതിൻ്റെ സൈഡിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് കണക്ഷൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും ആകുമ്പോൾ നമ്മുടെ CRTയും കഴിഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് അങ്ങനെ തന്നെ എസ്സേക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ പ്ലേറ്റിലെ ഫോക്കസിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. നോക്കിയേ, ഫസ്റ്റ് നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ബീംസ്, അതിന് ശേഷം ഒരു ലെൻസ് ഉണ്ട്. അതായത് നമ്മൾ ലെൻസിലൂടെ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് ഈ ഫിഗർ ഞാൻ വരച്ച് തന്നിട്ടുണ്ട്, നോക്കണം. ആദ്യം പ്രീ ആക്സലറേറ്റിംഗ് ആനോഡുണ്ട്, പിന്നെ ഫോക്കസിങ് ആനോഡുണ്ട്, പിന്നെ ആക്സലറേറ്റിംഗ് ആനോഡുണ്ട്. ലാസ്റ്റ് വന്നിട്ടാണ് സ്ക്രീനിൽ വീഴുന്നത്. അതായത് ആദ്യം നമ്മുടെ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നു, പിന്നെ ഫോക്കസിങ് ആനോഡിൻ്റെ അവിടെ വെച്ച് അത് വീണ്ടും ഫോക്കസ് ചെയ്തിട്ടാണ് സ്ക്രീനിൽ വന്ന് വീഴുന്നത്. ഇത് കുറച്ച് തെളിഞ്ഞിട്ടില്ല, നോട്ട്ബുക്കിൽ ഞാൻ വരച്ച് തന്നിട്ടുണ്ട്, ക്ലിയർ പിക്ചർ നോക്കണേ അത്. ഇനി നമുക്കറിയാം ഫോക്കസിങ് ആനോഡിലും അതുപോലെ തന്നെ പ്രീ ആക്സലറേറ്റിംഗ് ആനോഡിനും സെയിം പൊട്ടൻഷ്യലാണ്. ഫോക്കസിങ് ആനോഡിനാണെങ്കിൽ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യലാണ് കൊടുത്തേക്കുന്നത്. അതായത് പ്രീ ആക്സലറേറ്റിംഗ് ആനോഡും കണക്റ്റഡ് ആണ്. ഫോക്കസിങ് ആനോഡാണെങ്കിൽ ഒരു വേരിയബിൾ റെസിസ്റ്ററിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു എൻഡ് കണക്ട് ചെയ്തേക്കുന്നത്. മറ്റേ എൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് സപ്ലൈയിലും വേറൊരു എൻഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലുമാണ്. ഇനി എക്സ്പ്ലനേഷൻ നോക്കുക. ഇൻ CRO the electron beam is focused on the fluorescent screen by the combined action of pre-accelerating anode, focusing anode and accelerating anode. നോക്ക്, CROയിൽ ഇലക്ട്രോൺ ബീം ഫോക്കസ് ചെയ്യുന്നു, ഫ്ലൂറസെൻറ്റ് സ്ക്രീനിലോട്ട് ഫോക്കസ് ചെയ്യുന്നത് 3 പേരുടെയും കമ്പൈൻഡ് ആക്ഷൻ കൊണ്ടാണ്. ആരൊക്കെയാണ്? പ്രീ ആക്സലറേറ്റിംഗ് ആനോഡിൻ്റെയും അതുപോലെ ഫോക്കസിങ് ആനോഡിൻ്റെയും ആക്സലറേറ്റിംഗ് ആനോഡിൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ കൊണ്ടാണ് ഇലക്ട്രോൺ ബീം CROയിൽ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ CRO ഇലക്ട്രോൺ beam is focused by the fluorescent screen by the combined action of pre-accelerating anode, focusing anode and accelerating anodes. These anodes are in a cylindrical form and when potential is applied between concentric cylinders, lateral repulsion will cause the spreading of lights. ഇനി നോക്ക്, ഇതെല്ലാം 3ൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ കൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദീസ് ആനോഡ്സ് ആർ ഇൻ സിലിണ്ട്രിക്കൽ ഫോം. ഈ ആനോഡ്സ് എല്ലാം ഏത് ഫോമിലാണ് ഇരിക്കുന്നത്? സിലിണ്ട്രിക്കൽ ഫോമിലാണ്. വെൻ പൊട്ടൻഷ്യൽ അപ്ലൈഡ് ബിറ്റ്വീൻ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ്, നമ്മൾ കോൺസെൻട്രിക് ആയിട്ടുള്ള സിലിണ്ടേഴ്സിൽ, അല്ലെങ്കിൽ നമ്മൾ ആ സിലിണ്ടറിൻ്റെ ഒറ്റ സെൻട്രലിലേ കാണുള്ളൂ, അവിടെ നമ്മൾ സിലിണ്ടറിൽ നമ്മൾ പൊട്ടൻഷ്യൽ വോൾട്ടേജ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ലാറ്ററൽ റിപ്പൾഷൻ വിൽ കോസ് ദ സ്പ്രെഡിങ് ഓഫ് ലൈറ്റ്. ലാറ്ററൽ റിപ്പൾഷൻ മൂലം നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ലൈറ്റ്സ് എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്യും. അതാണ് പറയുന്നത്, ഫിഗറിലും കാണിച്ചേക്കുന്നത് അതാണ്. ഇലക്ട്രോൺ ബീമിൽ നിന്ന് പോകുന്നത് പിന്നെ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ആസ് എ റിസൾട്ട് ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വിച്ച് ഈസ് നോർമൽ ടു ദി ഫ്ലക്സ് lines get curved. This acts just like an optic lens. Hence the arrangement in CRT is called electron lens system. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സെൻറ്റൻസിനെ എങ്ങനെ പഠിക്കുക? ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് പഠിക്കുക. എന്താണ്? ഇൻ CRT the electrostatic focusing is similar to ഇലക്ട്രോൺ ലെൻസ് സിസ്റ്റം. ലെൻസിൽ എങ്ങനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയാണ് CRTയിലും ഇലക്ട്രോൺ ബീംസിനെ ഫോക്കസ് ചെയ്യുന്നത്. സിലിണ്ട്രിക്കൽ സ്ട്രക്ചറിൽ നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. പക്ഷേ പൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ട് തന്നെ ഫ്ലക്സ് ലൈൻ നോർമൽ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഫോക്കസിങ് ആനോഡിൻ്റെ അവിടെ വച്ചിട്ട് ഇത് ജസ്റ്റ് ഡൈവേർട്ടഡ് ആയിട്ട് വീണ്ടും ഫോക്കസ് ആയിട്ട് സ്ക്രീനിൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് പഠിക്കുക. ഫോക്കസിങ്, അതായത് ആദ്യത്തെ സെൻറ്റൻസ് സിമ്പിളാണ്, അത് പഠിക്കുക. ഇനി ആനോഡ്സ് ഏത് ഫോമിലാണെന്ന് എഴുതാൻ പറ്റും. സിലിണ്ട്രിക്കൽ ഫോമിലാണ്, അതും പഠിക്കുക. അതിനുശേഷം എങ്ങനെ എഴുതാം? ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ സിസ്റ്റം ആക്ട്സ് ലൈക്ക് ദിസ് ഫോക്കസിങ് സിസ്റ്റം ആക്ട്സ് ലൈക്ക് ആൻ ഒപ്റ്റിക്കൽ ലെൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലെൻസ്, അല്ലെങ്കിൽ ദ ആക്ഷൻ ഓഫ് ദി ഫോക്കസിങ് ആനോഡ്സ് ആൻഡ്
ആക്സിലറേറ്റിംഗ് ആനോഡ്സ് ഈസ് സിമിലർ ടു ഇലക്ട്രിക്കൽ ലെൻസ്, അല്ലാതെ ഇലക്ട്രോൺ ലെൻസിന് പോലെയാണ് ആര് ആക്ട് ചെയ്യുന്നത്, ഈ ഫോക്കസിങ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. The pre-accelerating anode accelerating anodes are connected to same value. ഇനി ഫിഗറിൽ നിന്ന് എഴുതാൻ പോവാണ്. പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡും ആക്സിലറേറ്റിംഗ് ആനോഡും നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ഒരേ ഷോർട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതെന്താണ്, സെയിം വാല്യൂവിലോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. while the focusing anode is connected to ലോവർ പൊട്ടൻഷ്യൽ. പക്ഷേ സെൻട്രൽ പാർട്ടിലുള്ള ഫോക്കസിങ് ആനോഡ് കണക്ട് ചെയ്തേക്കുന്ന ലോവർ പൊട്ടൻഷ്യലാണ്. അതിൽ ഫിഗറിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. ഡ്യൂ ടു ദി, അതായത് നമ്മൾ ആദ്യം വരച്ച CROയുടെ ഫിഗറിൽ അല്ലെങ്കിൽ CRTയുടെ ഫിഗറിൽ നമ്മൾ എത്ര വോൾട്ടേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം 10 കിലോ വോൾട്ടിൻ്റെ റേഞ്ചിലാണെങ്കിൽ മറ്റേത് വോൾട്ടിൻ്റെ റേഞ്ചിലാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഫോക്കസിങ് ആനോഡ് എന്ന് പറയുന്നത് ലോവർ പൊട്ടൻഷ്യലാണ്. പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡും ആക്സിലറേറ്റിംഗ് ആനോഡും സെയിം പൊട്ടൻഷ്യലിലാണ്, അതായത് ഷോർട്ട് ചെയ്താണ് കണക്ട് ചെയ്തേക്കുന്നത് ഹൈ പൊട്ടൻഷ്യലിലോട്ട്. ഫോക്കസിങ് ആനോഡ് ലോയും മറ്റേത് രണ്ടും ഹൈ പൊട്ടൻഷ്യലും. Due to difference of potential between focusing anode and accelerating anodes, a uniform field exists on each ends of the focusing anode. നമുക്ക് ഫോക്കസിങ് ആനോഡിൻ്റെ രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറം ഓരോ ആക്സിലറേറ്റിംഗ് ആനോഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫോക്കസിങ് ആനോഡിൽ ലോവർ പൊട്ടൻഷ്യലും മറ്റേതിൽ ഹയർ പൊട്ടൻഷ്യലും ആയതുകൊണ്ട് ഫോക്കസിങ് ആനോഡിൻ്റെ രണ്ട് എൻഡിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും, ക്രിയേറ്റഡ് ആകും. അതാണ് എഴുതിയിരിക്കുന്നത്. ദ ഫോക്കസിങ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു എ lower potential due to the potential difference between focusing anode and accelerating anodes. A non-uniform field exist on each ends of the focusing anode. The equipotential surface thus form a double concave lens. അതുകൊണ്ട് തന്നെ അങ്ങനെ ഫോം ചെയ്യുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് ലെൻസ് പോലെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഡബിൾ കോൺകേവ് ലെൻസ് പോലെ ആക്ട് ചെയ്യും. അതാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. The electron beams entering the field at an angle other than normal to equipotential surfaces will be deflected towards the normal and the beam is thus focused towards the center of the axis. ഇനി നോക്ക്, അതായത് ആ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൻ്റെ സെൻറ്ററിലൂടെ ഒരു ആക്സിസ് വരച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ്. ഇലക്ട്രോൺ ബീം എൻ്റർ ദി ഫീൽഡ്, ഈ വരുന്ന ഇലക്ട്രോൺ ബീം, ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോൺ ബീം നോർമൽ അല്ലാതെ, അതായത് നോർമൽ ആംഗിൾ നമുക്കറിയാം 90 ഡിഗ്രി അല്ലാതെ എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോൺ ബീംസ് വിൽ ബി ഡിഫ്ലക്റ്റഡ് ടുവാർഡ്സ് നോർമലിൻ്റെ, അതായത് നോർമൽ ലൈനിന് അടുത്തേക്ക് എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഇതിനൊരു ഈ നമ്മുടെ ഫിഗറിൽ ചെന്ന് പോകുന്ന ഡിഫ്ലക്ഷൻ ലൈൻസ്, ഇലക്ട്രോൺ ബീംസ് പോകുന്നതിന് ഒരു 90 ഡിഗ്രി വരയ്ക്കുകയാണെങ്കിൽ അത് പിന്നെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏതിൻ്റെ അടുത്തുള്ളോട്ടായിരിക്കും, നോർമലിൻ്റെ അടുത്തായിരിക്കും. ഇത് ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്, ബോർഡിൽ വരച്ചൊക്കെ കാണിച്ചു തന്നതാണ്. സോ നിങ്ങൾ ആ നോട്ട്സ് നോക്കാം. ഇവിടെ ഇത് നോക്കി വായിക്കാനേ എനിക്കിപ്പോൾ പറ്റുള്ളൂ കേട്ടോ. അതാണ് പറയുന്നത്. ഫീൽഡ് നോർമൽ, അതായത് the electron beams enter the field at angle other than the normal to equipotential surfaces will be deflected towards the normal and the beam is then focused towards the center of the axis. നോർമലിന് ടുവാർഡ്സ് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ആക്സിസിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, ഇത് ഡിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഫൈനലി സ്ക്രീനിൽ വന്ന് സെൻറ്റർ ഓഫ് ആക്സിസിൻ്റെ അതേ സ്പോട്ടിൽ വന്ന് വീഴുന്നത്. സെൻറ്റർ ഓഫ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇലക്ട്രോൺ ഗൺ എമിറ്റ് ചെയ്യുന്ന ആ ലൈൻ, ഡോട്ടഡ് ആയിട്ട് സെൻറ്ററിൽ കൂടെ വരച്ചേക്കുന്ന ലൈനാണ്. ജസ്റ്റ് നോക്കുക, ഇത്രയാണ് എഴുതിയിരിക്കുന്നത്. ഡിഫ്ലക്ഷൻസ് ഇനി ബാക്കി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ by changing the voltage of focusing anode the refractive index of the electron lens is changed. ഇനി നമുക്ക് ഫോക്കസിങ് ആനോഡ് ലോവർ പൊട്ടൻഷ്യലാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇലക്ട്രോൺ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോൺ ലെൻസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദെയർ ഫോർ ദ ഫോക്കൽ പോയിൻ്റ് ഓഫ് ബീം ക്യാൻ ബി ചേഞ്ച്ഡ്. ഇനി നമുക്കറിയാം ലെൻസിന് ഫോക്കൽ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോക്കസ് ചെയ്തേക്കുന്ന, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോക്കൽ പോയിൻ്റ് എന്ത് ചെയ്യും, ചേഞ്ച് ആകും. ദ റേഷ്യോ ഓഫ് ആക്സലറേറ്റിംഗ് ആനോഡ് വോൾട്ടേജ് ടു ഫോക്കസിങ് ആനോഡ് ഈസ് 5:1. ആക്സലറേറ്റിംഗ് ആനോഡിന് ഹൈ പൊട്ടൻഷ്യലും ഫോക്കസിങ് ആനോഡിന് ലോ പൊട്ടൻഷ്യലും ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോക്കസിങ് ആനോഡിൻ്റെ 5 മടങ്ങായിരിക്കും എന്ത്,
ആക്സിലറേറ്റിംഗ് ആനോഡിൻ്റെ നമ്മൾ കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് പറയുന്നത്. അതാണ് 5:1 എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഫൈനലി ഉള്ള ഡിഫ്ലക്ഷൻ സിസ്റ്റവും കൂടി നോക്കുക. ഡിഫ്ലക്ഷൻ സിസ്റ്റം എക്സാമിന് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ സിസ്റ്റം ചോദിക്കുകയാണെങ്കിൽ ഇത് വരച്ചൊക്കെ എഴുതണം കേട്ടോ. ദ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഓഫ് CRT കൺസിസ്റ്റ് ഓഫ്, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഡിഫ്ലക്ഷൻ സിസ്റ്റമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. തൊട്ട് മുമ്പ് പഠിച്ചത് ഫോക്കസിംഗ് ആണ്, ഇലക്ട്രോൺ ലെൻസ് ആണ്, അതായത് CRTയിലുള്ള ഇലക്ട്രോൺ ലെൻസ് സിമിലർ ടു ഒപ്റ്റിക്കൽ ലെൻസ് ആണ് പഠിച്ചത്. അപ്പോൾ ഡിഫ്ലക്ഷൻ സിസ്റ്റം ആൻഡ് ഫോക്കസിംഗ് സിസ്റ്റം ഒരുമിച്ച് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് കേട്ടോ. ഡിഫ്ലക്ഷൻ സിസ്റ്റം നോക്കുക. ദ ഡിഫ്ലക്ഷൻ സിസ്റ്റം ഓഫ് CRT കൺസിസ്റ്റ് ഓഫ് two plates of parallel plates referred to as vertical and horizontal deflection plate. ഇനി ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ 2 പ്ലേറ്റ്സ് ഉണ്ടെന്ന് അറിയാം നമുക്ക്, horizontal and vertical deflection plate. One of the plates in each set is connected to ground. ഇനി അറിയാം നമുക്ക് എല്ലാം 2 പ്ലേറ്റിനെ കണക്ഷൻ നോക്കിയാൽ അറിയാം. ഒരു കണക്ഷൻ എങ്ങോട്ടേക്കാണ് കൊടുത്തേക്കുന്നത്? ഗ്രൗണ്ടിലേക്ക് കൊടുത്തേക്കുന്നു. To the other plates of each set is the external deflection plate is applied through internal adjustable gain amplifier. നോക്കുക, നമ്മുടെ ഫിഗർ നോക്കിയാൽ അറിയാം. ഒരു സെക്ഷൻ ഗ്രൗണ്ടിലേക്കാണ് കൊടുത്തേക്കുന്നതെങ്കിൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ അതർ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് കൊടുത്തേക്കുന്നത്? ആംപ്ലിഫയറിലോട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ആംപ്ലിഫയറിലോട്ടാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നോക്കുക, അതാണ് ടു അതർ പ്ലേറ്റ്സ് ഓഫ് ഈച്ച് സെറ്റ് ഈസ് ദ എക്സ്റ്റേണൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഈസ് അപ്ലൈഡ് ത്രൂ ആൻ ഇൻറ്റേർണൽ അഡ്ജസ്റ്റബിൾ ഗെയിൻ ആംപ്ലിഫയർ സ്റ്റേജ്. ടു അപ്ലൈ ദ ഡിഫ്ലക്ഷൻ വോൾട്ടേജ്, നമുക്ക് നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രാം CROയുടെ ബ്ലോക്ക് ഡയഗ്രാം എടുത്ത് നോക്കണം. അതിലറിയാം ഒരു കണക്ഷൻ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൻ്റെ, ഇപ്പോൾ വെർട്ടിക്കലിൽ തന്നെ 2 ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെത് ഗ്രൗണ്ടിലോട്ടും മറ്റേ പ്ലേറ്റ് വെർട്ടിക്കൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലോട്ടുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഒരെണ്ണം ഗ്രൗണ്ടിലോട്ടും മറ്റേത് ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിലോട്ടുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദ എക്സ്റ്റേണൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഈസ് അപ്ലൈഡ് ത്രൂ ഇൻറ്റേർണൽ അഡ്ജസ്റ്റബിൾ ഗെയിൻ ആംപ്ലിഫയർ സ്റ്റേജ്. ആ സെൻറ്റൻസ് പറയുന്നത് ടു അപ്ലൈ ദ ഡിഫ്ലക്ഷൻ വോൾട്ടേജ് എക്സ്റ്റേണലി ആൻ എക്സ്റ്റേണൽ ടെർമിനൽ കാൾഡ് Y input or X input is available. ഇനി നോക്ക്, ഡിഫ്ലക്ഷൻ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ Y ഇൻപുട്ട് അല്ലെങ്കിൽ X ഇൻപുട്ട് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് X ആൻഡ് Yയിലാണല്ലോ കൊടുക്കുന്നത്. അതാണ് അവിടെ എഴുതിയേക്കുന്നത്. ദ ഇലക്ട്രോൺ ബീം പാസസ് ത്രൂ ദീസ് പ്ലേറ്റ്. എ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈഡ് ടു Y ടെർമിനൽ VY causes the beam to deflect vertically upward due to attraction forces. ഇനി നോക്ക്, നമ്മൾ 2 പാരഗ്രാഫായിട്ട് പറഞ്ഞാലും പോസിറ്റീവ് വോൾട്ടേജ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെ, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ബീം പ്ലേറ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ പോസിറ്റീവ്, അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് ടെർമിനൽ എടുക്കുകയാണ്, അതായത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. എ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈഡ് ടു ദി Y ഇൻപുട്ട് ടെർമിനൽ VY കോസസ് ദ ബീം ടു ഡിഫ്ലക്റ്റ് വെർട്ടിക്കലി അപ്വാർഡ് ഡ്യൂ ടു അട്രാക്ഷൻ ഫോഴ്സസ്. ഇപ്പോൾ നമ്മൾ ഒരു Y ഇൻപുട്ട് ടെർമിനൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ VY കൊടുക്കുമ്പോൾ ദ ബീം ടു ഡിഫ്ലക്റ്റ് വെർട്ടിക്കലി അപ്വേർഡ് ഡ്യൂ ടു അട്രാക്ഷൻ ഫോഴ്സസ്. ബീം എന്ത് ചെയ്യും? വെർട്ടിക്കലി അപ്വേർഡായിട്ട് വെർട്ടിക്കലി അപ്വേർഡായിട്ട് മൂവ് ചെയ്യും. റീസൺ എന്ന് പറയുന്ന അട്രാക്ഷൻ ഫോഴ്സസ് കാരണമാണ്. വൈൽ എ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ടു ദി Y ഇൻപുട്ട്. ഇനി നെഗറ്റീവ് വോൾട്ടേജ് VY എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് നെഗറ്റീവ് ആണെങ്കിൽ will cause the electron beam deflected vertically ഡൗൺവേർഡിലോട്ട് എന്ത് ചെയ്യും? നമ്മൾ ഇലക്ട്രോൺ ബീംസ് മൂവ് ചെയ്യും. എന്തുകൊണ്ട്? റിപ്പൾഷൻ ഫോഴ്സ് മൂലം. അപ്പോൾ 2 വോൾട്ടേജ് VY പോസിറ്റീവ് ആണെങ്കിൽ അപ്വേർഡ് മൂവ്മെൻറ്റ്, VY നെഗറ്റീവ് ആണെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് ആരോ ഇട്ടിട്ടെങ്കിലും എന്ത് ചെയ്യാം, അതായത് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആരോ ഇട്ടിട്ടൊക്കെ എഴുതാം. VY പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺ ബീംസ് മൂവ് upward due to attraction forces. VY നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺ ബീം മൂവ്സ് ഡൗൺവേർഡ് ഡ്യൂ ടു റിപ്പൾഷൻ ഫോഴ്സസ് എന്നൊക്കെ എഴുതി വയ്ക്കുക. ഇനി നമ്മൾ ഹൊറിസോണ്ടലിൽ കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ആണ് പറയുന്നത്. സിമിലർലി പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈഡ് ടു X ഇൻപുട്ട് ടെർമിനൽ വിൽ കോസ് ഇലക്ട്രോൺ ബീം ടു ഡിഫ്ലക്റ്റ് ഹൊറിസോണ്ടലി ടുവേർഡ്സ് ദ റൈറ്റ്. നോക്ക്, പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ X ഇൻപുട്ട് ടെർമിനലിൽ കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ബീം ടു ഡിഫ്ലക്റ്റ് ഹൊറിസോണ്ടലി ടുവേർഡ്സ് റൈറ്റിലോട്ട് ആര് മൂവ് ചെയ്യും? ഇലക്ട്രോൺ ബീംസ് മൂവ് ചെയ്യും. എ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈഡ് ടു ദി X ഇൻപുട്ട് ടെർമിനൽ വിൽ കോസ് ദ ഇലക്ട്രോൺ ബീം ടു ഡിഫ്ലക്റ്റ് ഹൊറിസോണ്ടലി ടുവേർഡ്സ്
ദ ലെഫ്റ്റ് ഓഫ് ദി സ്ക്രീൻ, അതായത് സ്ക്രീനിൻ്റെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പം ഇഫ് വി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ബീംസ് ടു ഡിഫ്ലക്റ്റ് ഹൊറിസോണ്ടലി ടുവാർഡ്സ് റൈറ്റ് ഓഫ് ദി സ്ക്രീൻ, സ്ക്രീനിൻ്റെ റൈറ്റിലോട്ട് മൂവ് ചെയ്യും. ഇഫ് വി എക്സ് ഈസ് നെഗറ്റീവ്, ഇലക്ട്രോൺ ബീംസ് മൂവ്സ് ലെഫ്റ്റ് ഓഫ് ദി സ്ക്രീൻ, ലെഫ്റ്റിലോട്ട് സ്ക്രീനിൽ ലെഫ്റ്റിലോട്ട് ഹൊറിസോണ്ടലി ആര് മൂവ്, ഇലക്ട്രോൺ ബീം മൂവ് ചെയ്യും. അങ്ങനെ രണ്ട് കേസസ് ഹൊറിസോണ്ടലിലും ഉണ്ട്. ദ എമൗണ്ട് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറസ്പോണ്ടിങ് അപ്ലൈഡ് വോൾട്ടേജ്. ഇനി നമ്മൾ പ്ലേറ്റിൽ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിനനുസരിച്ചായിരിക്കും ആരുള്ളത്, ഇതിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിൻ്റെ ഇടയിലൂടെയുള്ള ഇലക്ട്രോൺ ബീംസിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അതാണ് ഇത്രയുള്ളൂ. അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് വോൾട്ടേജ് ആണ്. When the voltage are applied simultaneously to vertical and horizontal deflection plates, the electron beam is deflected due to the resultant of these voltage. ഇനി നമ്മൾ രണ്ടും ഹൊറിസോണ്ടലിലും വെർട്ടിക്കലിലും സൈമൾട്ടേനിയസ് ആയിട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ദ ഇലക്ട്രോൺ ബീം ഈസ് ഡിഫ്ലക്റ്റഡ് ഡ്യൂ ടു ദി റിസൾട്ടൻ്റ് ഓഫ് ദീസ് ടു വോൾട്ടേജസ്. അതായത് വെർട്ടിക്കലിൻ്റെയും ഹൊറിസോണ്ടലിൻ്റെയും ഡിഫ്ലക്ഷൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടായിരിക്കും ആര് മൂവ് ചെയ്യുന്നത്, ഇലക്ട്രോൺ ബീംസ് മൂവ് ചെയ്യുന്നത്. അതാണ് സൈമൾട്ടേനിയസ്ലി രണ്ട് പ്ലേറ്റിലോട്ട് വോൾട്ടേജ് കൊടുത്താൽ റിസൾട്ടൻ്റ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൻ്റെ ആയിരിക്കും മൂവ്മെൻ്റ് ആയിരിക്കും അവിടെ ഇലക്ട്രോൺ ബീം ചെയ്യുന്നത്. ഇനി ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ദ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഓഫ് CRT ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം ഓൺ ദ സ്ക്രീൻ പെർ യൂണിറ്റ് ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ്. നമ്മൾ യൂണിറ്റ് ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോഴുള്ള CRTയുടെ ഡിഫ്ലക്ഷനാണ് എന്ത്, ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി. യൂണിറ്റ് അതായത് മിനിമം വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഉള്ള ഡിഫ്ലക്ഷനാണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം ഓൺ ദ സ്ക്രീൻ പെർ യൂണിറ്റ് ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ്. യൂണിറ്റ് ഡിഫ്ലക്റ്റിംഗ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ ബീമിൻ്റെ ഡിഫ്ലക്ഷൻ, സ്ക്രീനിൽ ഇലക്ട്രോൺ ബീമിൻ്റെ ഡിഫ്ലക്ഷനാണ് എന്ത്, ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി. ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ട CRO പ്രോബ്സ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ